ഇന്ന് നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയെടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. 1 കിലോ ബീഫ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള ബീഫ് നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 10 ചെറിയുള്ളിയും 8 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മൂന്നും കൂടെ ഒരുമിച്ച് ചേർത്ത് ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ഉലുവ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുക്കറിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അടച്ചു വെച്ചിട്ട് 5 വിസിൽ വരുന്നവരെ ഞാൻ വേവിക്കുന്നുണ്ട്. ഓരോ ബീഫിനനുസരിച്ച് മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ബീഫ് വെന്തതിന് ശേഷം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു ചെറിയ തീയിൽ തന്നെ ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബീഫിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതും കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ബീഫിന് കിട്ടുക. അപ്പോൾ ആ തേങ്ങാക്കൊത്ത് കൂടെ ആ ഒരു എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് സമയം റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സവാളയ്ക്ക് ഒരുപാട് അങ്ങ് വഴന്ന് കുഴഞ്ഞു പോകുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തോടെ കൂടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ കിടന്നിട്ടൊന്ന് വറ്റി കിട്ടിയാൽ മതി. എന്നിട്ട് ബീഫൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് ആ ഒരു എല്ലാം ഒരുമിച്ച് കമ്പൈനായി കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടൊരു 3-4 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെന്ത ഐറ്റം തന്നെയാണ്, എന്നാലും അതൊന്ന് കമ്പൈനായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നത് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ചെയ്തതിന് ശേഷം വാങ്ങി വെക്കാൻ നേരമായിട്ട് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എത്ര എരിവ് വേണം അതിനൊക്കെ അനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് പൊറാട്ടയുടെ കൂടെ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയെടുത്ത ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.